ചേട്ടാ ഒരു പ്രഭാസ് ഫാനാണല്ലോ. അതെ അതെ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം, ഒരു രക്ഷയില്ല. കാരണം ശരിക്കും പടത്തിൽ മുഴുവൻ നീള പ്രഭാസിന്റെ ഒരു അഴിഞ്ഞാട്ടാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് കൂടി കൂടിയപ്പോ ഒരു രക്ഷയില്ല. കാരണം രോമാഞ്ചാണ് പടത്തില്. ശരിക്കും പറഞ്ഞ ഇവർ രണ്ടുകളുടെ ആ കോമ്പിനേഷൻ ഒക്കെ സമയത്തുണ്ടല്ലോ, ശരിക്കും തിയേറ്റർ ഇളകി മറിയായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആ രണ്ടാൾക്കാരും. ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ. ആ പടം തിയേറ്ററിൽ ഒന്ന് കാണണം. ആ ഒരു എഫക്ട് കാണണമെങ്കിൽ നമ്മളെ തിയേറ്ററിൽ കാണുമ്പോൾ ആ രോമാഞ്ചവും നമ്മുടെ ആ കയ്യടിയൊക്കെ കാണുമ്പോണ്ടല്ലോ, ശരിക്കും പൃഥ്വിരാജ് എന്നുള്ളൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറാനുള്ള എല്ലാ ഇതും ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും ഓഫ്കോഴ്സ് ഇത് ഒരു പ്രഭാസിന്റെ ഒരു പടമാണ്. അപ്പം പ്രഭാസാണ് കൂടുതൽ സ്കോർ ചെയ്തത്. എന്നാലും പൃഥ്വിരാജിന്റെ ഭാഗങ്ങളൊക്കെ ഗംഭീരമാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് രോമാഞ്ചം വരും ശരിക്കും കാണുമ്പോൾ. രണ്ടുപേരും സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടല്ലോ. ഇപ്പൊ പൃഥ്വിരാജിനെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായതുകൊണ്ട് നമുക്ക് ഒരു ഇതിലെ കാണുമ്പോൾ ഒരു ഭയങ്കര ശരിക്കും നമുക്കൊരു ഇത് വരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടുപേരും കൂടിയുള്ള തമ്മിലുള്ളത് വരുമ്പോൾ ശരിക്കും നല്ല എഫക്ട്. ആ മേക്കിംഗ് ആയാലും അടിപൊളിയാക്കി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഇത് ശരിക്കും നമ്മളിപ്പോ ഒരു പടത്തിൽ വെച്ച് മറ്റേ പടം കമ്പയർ ചെയ്യുന്നത്. കാരണം രണ്ട് തരത്തിൽ അല്ല, അതിപ്പം ഓൾറെഡി പ്രശാന്തിയിൽ ചെയ്ത് വെച്ചുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നത്. പക്ഷെ KGF വേറെ ലെവല്, ഈ സലാർ വേറെ ലെവല് എന്താ എനിക്ക് പറയാനുള്ളൂ. രണ്ടും കമ്പയർ ഇല്ലില്ല. അതൊക്കെ ആൾക്കാരെ എങ്ങനെ ഇതിപ്പോ ഇപ്പൊ ഡീഗ്രേഡിങ് വരും ആൾക്കാരെ. അത് നോക്കണ്ട. നമ്മളെല്ലാ പടത്തിനും ഒരു ഡീഗ്രേഡിങ് നടക്കുന്നുണ്ടല്ലോ ഓൾറെഡി. അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. വയലൻസ്, ഒടുക്കത്തെ വയലൻസ് ആണ്, ഒരു രക്ഷയില്ല. നല്ല ആക്ഷൻ സീൻസ് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന. ആക്ഷൻ സീൻസിൽ വരുന്ന സമയത്തുള്ള പ്രഭാസിനെയൊക്കെ ഭയങ്കര കാണാൻ തന്നെ ഒരു ഭയങ്കര മാസ് ലുക്കായിട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മ്യൂസിക് ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രഭാസിന്റെ കഴിഞ്ഞ കുറച്ച് പടങ്ങളൊക്കെ പറഞ്ഞ ഭയങ്കര നെഗറ്റീവായിട്ട് കിട്ടിയ പടങ്ങളാണ്. അപ്പൊ ഈ പ്രശാന്ത് നീലിന്റെ ഒരു പടം ഇന്ന് ആവറേജ് റെസ്പോൺസ് വരുമ്പോ അത് പ്രഭാസിന്റെ കുഴപ്പമായിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ്? അല്ല, ഇതെങ്ങനെ ആവറേജോ? ഇത് നല്ല ഗംഭീര റിപ്പോർട്ടല്ലേ വരുന്നത്. ഇത് നമ്മള് ഇവിടുന്ന് മൊത്തമായിട്ടുള്ള ഓൾ ഓവർ റിപ്പോർട്ട് എടുക്കുമ്പോൾ ഗംഭീര റിപ്പോർട്ടാണ് സാധാരണ വരുന്നത്. അത് നമുക്ക് എന്താ മനസ്സിലാക്കാത്തത്? ഗംഭീര റിപ്പോർട്ടാണ് സാധാരണ വരുന്നത്. എല്ലാ റെക്കോർഡും, എന്റെ അഭിപ്രായത്തിൽ എല്ലാ റെക്കോർഡുകളും തൂക്കും, ഒരു രക്ഷയില്ല. കേരളത്തിലാണ് ഇപ്പോ ഒരു പൊതുവെ ഒരു അല്ലാണ്ട് കയറാത്തൊരു റെസ്പോൺസ് കാര്യങ്ങൾ വരുന്നത്. കേരളത്തിലെ ജനതയ്ക്ക് പിടിക്കില്ല എന്നുള്ളൊരു പേടിയുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് എടുത്ത നേരിന്റെ ഫസ്റ്റ് ഷോയില് എല്ലായിടത്തും ആ ഒരു ഇതിൽ കുറച്ച് ആളുകൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ നേര് കണ്ടിറങ്ങി ആൾക്കാരുടെ ആ റിവ്യൂസ് കണ്ട ശേഷം ഹൗസ്ഫുൾ ഷോസ് ഇപ്പം ഇന്നലെ രാത്രി 12 മണിക്ക് ആഡഡ് ഷോസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആൾക്കാർ കണ്ടു കഴിഞ്ഞതിന് ശേഷം റിവ്യൂ വന്നതിന് ശേഷം അതിന്റെ മൗത്ത് പബ്ലിസിറ്റി കൂടി പടം ഹിറ്റാവും, അതിലൊരു സംശയമില്ല. ഇപ്പൊ സലാറാണെങ്കിൽ ഇപ്പൊ ഇന്ന് കണ്ടു കഴിഞ്ഞ ശേഷം വൈകിട്ടുള്ള എല്ലാ ഷോകളും ഫുള്ളായിരിക്കും, അതിൽ സംശയമില്ല. ഇല്ല, എല്ലാ പടങ്ങളും വിജയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ കുറെ കാലങ്ങളായിട്ട് മലയാളത്തിൽ അല്ലെങ്കിൽ ഇറങ്ങുന്ന പടങ്ങളൊന്നും അധികം ഓടാറില്ല എന്നൊരു ഇത് വരുന്നുണ്ട്. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് ആയാലും നമ്മുടെ കാതലൊക്കെ ആയാലും എല്ലാം ഓടി. അതിനുശേഷം വരുന്ന ഇപ്പൊ നേരായാലും നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ഇപ്പൊ സലാറും കൂടി വരുന്നത്, നമുക്ക് തിയേറ്ററൊക്കെ ഒരു ഉണർവ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ പടങ്ങളും വിജയിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.